അറേബ്യൻ ബ്രെഡ് മാംഗോ പുഡിംഗ്. അടിപൊളി. നിങ്ങളിപ്പോൾ കണ്ട അറേബ്യൻ മാംഗോ പുഡിംഗ് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. നമുക്കിപ്പോൾ ഒരു 4 മാങ്ങയുണ്ട്. നമുക്ക് ആദ്യം മാങ്ങ കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ തൊലി ആവശ്യമില്ല. നമ്മൾ മാക്സിമം മാങ്ങയുടെ മാംസം ഇതിൽ നിന്ന് ചെത്തിയെടുത്ത് മിക്സിയിലിട്ട് വെള്ളം ഒഴിക്കാതെ വേണം അടിക്കാൻ. പ്യൂരി റെഡി. നമുക്ക് ഈ പ്യൂരി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം അടുപ്പിൽ വയ്ക്കാം. പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഓപ്ഷണലാണ്. ഹെൽത്തി ആയിട്ട് ചെയ്യേണ്ടവർക്ക് ഇത് ഒഴിവാക്കാം. ഒരു 4-5 മിനിറ്റ് കുറുക്കിയതിന് ശേഷം നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഒരു കവറ് പാൽ നമുക്ക് തിളപ്പിച്ചെടുക്കാം. പാലിലേക്ക് നമുക്ക് അല്പം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. 3 സ്പൂൺ കസ്റ്റാർഡ് പൗഡറിലേക്ക് നമ്മൾ ഈ തിളച്ച പാലൊഴിച്ച് അതിനെ കലക്കി ഇതിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. നമുക്ക് ബ്രെഡിന്റെ സൈഡ് പോർഷൻസ് വേണ്ട, അതുകൊണ്ട് ഞാൻ അത് കട്ട് ചെയ്ത് മാറ്റിയാണ്. നമുക്ക് പുഡിങ്ങിന്റെ ലെയർ സെറ്റ് ചെയ്യാൻ തുടങ്ങാം. ആദ്യം നമുക്ക് കസ്റ്റാർഡ് ഒഴിക്കാം. അടുത്ത് നമുക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം. അടുത്ത് നമുക്ക് ഈ മാംഗോയുടെ ലെയർ വെച്ച് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള പാത്രത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര ലെയർ വേണോ വയ്ക്കാം. ഫസ്റ്റ് ലെയർ കഴിഞ്ഞ് നമുക്ക് ഇതേ പ്രോസസ്സ് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം. ലെയറിൽ ഞാൻ വീണ്ടും ബ്രെഡ് ഫില്ല് ചെയ്യാണ്. നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുതേ. ലാസ്റ്റ് നമുക്ക് ടോപ്പിങ്സിനായിട്ട് കുറച്ച് ബദാമോ കാഷ്യൂനട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ബദാമാണ് ഇടുന്നത്. നമ്മുടെ അറേബ്യൻ മാംഗോ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇത് തണുപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്കൊന്ന് കഴിച്ചു നോക്കാം. അടിപൊളി.